ഹായ് ഗായ്സ്, ഇന്നൊരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോർമലി ഞാൻ ഒന്നെങ്കിൽ കുക്കിങ്ങിൻ്റെ വീഡിയോന് മ്യൂസിക് ഇടാറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ വോയിസ് ഉണ്ടാവില്ലേ കുക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു റെക്കോർഡിങ്ങിൽ വരാം, ഒരു വെറൈറ്റി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, കുറച്ച് ബട്ടർ എടുത്ത് ഒരു പാനിൽ വെക്കുന്നു, പിന്നെ കുറച്ച് ഗാർലിക് അതിലേക്ക് ഇടുന്നു. ദെൻ അത് നല്ലോണം സോർട്ട് ഔട്ട് ചെയ്യുക. സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് കിട്ടുന്ന പരമാവധി വെജിറ്റബിൾസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് അറിയാമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള വെജിറ്റബിളാണ് ഇടേണ്ടത്, കാരണം അത് കുക്കായി വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബീട്രൂട്ടും ക്യാരറ്റുമാണ് ആദ്യം ഇട്ടത്. എന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്തു. ദെൻ ഞാൻ ബ്രൊക്കോളി എടുത്തു, അതും ഇട്ടു. ഈ 3 വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ, ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ. ആ 3 ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്ര വെജിറ്റബിൾസ് ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പാത്രം നിറഞ്ഞു. എനിക്ക് മര്യാദയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വേറെ സ്ഥലത്തേക്ക് സെർവ് ചെയ്ത് വെച്ച്. ഇനി കുറച്ച് മഷ്റൂംസും കൂടി ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച് മഷ്റൂംസ് പിന്നെ ഇട്ടും. പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഒരുമിച്ചിടേണ്ടതാണ് എന്തായാലും. അപ്പോൾ പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് മാറ്റി വെച്ച് മഷ്റൂംസ് കുക്ക് ചെയ്തു. ദെൻ മഷ്റൂംസ് മാറ്റി വെച്ച് ഞാനൊരു മുട്ട എടുത്തു. അതിൽ കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും ഇട്ട് അതൊന്ന് ചിക്കിയെടുത്തു. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ എടുക്കുക. ആ ചിക്കൻ എടുത്ത് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് കുറച്ച് സമയം അത് മാറ്റി വെക്കുക, മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. 1 മണിക്കൂർ മാറ്റി വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്ത് വെക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വെജിറ്റബിൾസെല്ലാം നമ്മൾ പിന്നെയും ഇതിലേക്കിട്ട് ചീസിട്ട് ആ ചീകിയ മുട്ടയില്ലേ അതിട്ട് ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുക. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുക, സോസ് വേണ്ടവർ സോസ് അതിൻ്റെ മേലെ ഇതാക്കി കൊടുക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്.